ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബീട്രൂട്ട് പച്ചടിയാണേ. ഈ ഓണത്തിന് എന്തായാലും നിങ്ങൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഒരു 400 ഗ്രാം ബീട്രൂട്ട് ഉണ്ടാവും. അത് നല്ലപോലെ വൃത്തിയാക്കിയതാണ്, തോലെല്ലാം ചെത്തി വന്നു. ഇനി അതിലേക്ക് വേണ്ടത് അരമുറി നാളികേരമാണ്. അതായത് കൃത്യമായിട്ട് നല്ല വലിപ്പമുള്ള അരമുറി നാളികേരം തന്നെ വേണം. പിന്നെ 200 ml തൈരാണ്. ഞാൻ ഈ തൈര് ഗ്ലാസ്സിൽ വെച്ചിട്ടാണ്, ഇങ്ങനെ തന്നെയാണ് അത് മിക്സ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 7 പച്ചമുളക്. ഇനി നമ്മൾക്ക് ആ ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്ത് വരാം. അപ്പോൾ ബീട്രൂട്ട് നമ്മൾ വളരെ നൈസായിട്ട് തന്നെ പൊടിയായിട്ട് ഇത് കട്ട് ചെയ്യണം. അപ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് ആ പുളിയും എരിവെല്ലാം ശരിക്കും പിടിച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഇതേ രൂപത്തിലാണ് ബീട്രൂട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇത്രയും പൊടിയായിട്ടാണ് നമ്മളത് ആ ബീട്രൂട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ബീട്രൂട്ടും കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി നികര വെള്ളം ഒഴിച്ചു. ആ 7 പച്ചമുളകും ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചതച്ചതാണ്. അപ്പോൾ പച്ചടിക്ക് കടുക് ചതച്ചാൽ എന്തായാലും വേണമല്ലോ, എല്ലാവർക്കും അറിയാം. ഇനി അതൊരു 10 മിനിറ്റ് നമ്മൾക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോഴേക്കും നമ്മൾക്ക് അതിലേക്ക് ആ തേങ്ങ ചെറിയത് അരച്ച് വരാം. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 1/4 സ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് ചെറിയ ജീരകം ചേർത്ത് അല്പം വെള്ളമൊഴിച്ച് നല്ലപോലെ ഇത് അരച്ചെടുക്കുക. ഇതും എല്ലാവർക്കും അറിയാം. അപ്പോൾ പച്ചടിയിലേക്ക് ജീരകവും കടുകൊക്കെ നിർബന്ധമാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളെ ബീട്രൂട്ട് കണ്ടില്ലേ, വെന്തിട്ടൊന്നുമില്ല, ഒരുവിധം ആയിട്ടേ ഉള്ളൂ. ഈ സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട, ഒരുവിധം അതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് മുളക് പൊടി നമ്മൾ ഇതേപോലെ അല്പം മധുരമുള്ള ഏത് പച്ചടിക്കും അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കണം, നല്ലതാണ്. അതായത് നമ്മളെ പപ്പായ ചെനച്ചതും പിന്നെ അതുപോലെയുള്ള പൈനാപ്പിൾ പച്ചടിക്കൊക്കെ നമ്മൾ മുളക് പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ ഇതിനും ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കഴിയുമ്പോഴേക്കും നമ്മൾ ബീട്രൂട്ടിലെ വെള്ളം അല്ലാതെ വറ്റി ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. ഈ സമയത്ത് നോക്കുമ്പോൾ ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഞാൻ അതിൽ 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതുകൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് അധികം വെള്ളം ചേർക്കരുത്. ഇപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, പച്ചടി ലൂസായി പോകും. അപ്പോൾ ഇത്ര മാത്രം ചേർത്താൽ മതി. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് നമ്മളൊരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇതേപോലെ ഒന്ന് തിളച്ച് വരട്ടെ. എന്നതിന് ശേഷം നമ്മൾ ആ തൈര് ഒഴിച്ച് കൊടുക്കുക. ആ ഗ്ലാസ്സിൽ തന്നെ സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ആ തൈര് മിക്സായി കിട്ടും. അതായത് നമ്മളിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് തൈര് ഒരിക്കലും അടിച്ചെടുക്കരുത്, പാക്കറ്റ് തൈരാണെങ്കിലും, കാരണം ലൂസായി പോകും. അപ്പോൾ പച്ചടി ലൂസായി പോകും. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ആ തൈര് കൂടി ചേർത്ത് ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, തിളയ്ക്കരുത്. അതും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു കണ്ടീഷനാകുമ്പോൾ അല്പം കൂടി ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചില സ്ഥലത്ത് കിച്ചടി എന്നും പറയും. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം. ഈ തിള വരുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ കുറുകിയതായിട്ട് ഇരിക്കുന്നത്. ചൂടാറി കഴിഞ്ഞാൽ ഒന്നുകൂടി കുറുകും. ഇപ്പോൾ ഞാനതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു വറവാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പച്ചടി ഞാൻ ഈ പാത്രത്തിൽ നിന്ന് വേറെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. എന്നതിന് ശേഷമാണ് വറവിട്ട് കൊടുക്കുന്നത്. അപ്പോൾ വറവിടുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ മേലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നിർബന്ധമായിട്ട് ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തില്ലെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഒരു 1/4 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 4 വറ്റൽമുളക് 2ആയി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചുവന്ന് വരുമ്പോൾ ആ പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് ആ കറിവേപ്പിലയുടെ മേലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളെ ബീട്രൂട്ട് പച്ചടി ഓണം സ്പെഷ്യൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സദ്യക്കൊക്കെ ഇതേപോലെയാണ് ചെയ്യാറ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടൊന്ന് കടുക് വറുത്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ മുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരും. അപ്പോൾ ഞാനൊരു ഇല ഇതിൽ വിളമ്പി കാണിച്ചു തരികയാണ്, കാരണം ഒട്ടും അതൊന്നും ഒഴുകിയിട്ടോ ലൂസായിട്ടോ ഇല്ല. കണ്ടില്ലേ, കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂടെ ഇത് തന്നെ മതിയാവും. അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.